പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ടവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തങ്ങളിലേക്ക് എത്തണോ, വിടുതൽ പ്രാപിക്കണോ, അനുഗ്രഹിക്കപ്പെടണോ? പ്രാർത്ഥന നിർത്തരുത്, പ്രാർത്ഥന കുറയ്ക്കരുത്, നിർത്തരുത്, കുറയ്ക്കരുത്. ദൈവിക അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനും ദൈവിക വിടുതൽ പ്രാപിക്കുവാനും മറ്റ് വഴികൾ ഞാൻ തിരുവെഴുത്തിൽ കാണുന്നില്ല. ഒരു പെസഹാ ദിനത്തിൽ തൻ്റെ ശിഷ്യന്മാർ മുഴുവൻ കർത്താവിനെ വിട്ടിട്ട് ഓടിപ്പോയി. പോയി. അതേ പെസഹാ ദിനത്തിൽ യൂദ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുത്തു. യേശുവിനെ അറസ്റ്റ് ചെയ്തില്ലേ? പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, പ്രാർത്ഥിച്ചവൻ, കരഞ്ഞവൻ, ആ പ്രതിസന്ധിയുടെ നടുവിൽ നിലവിളിച്ചവൻ പരാജയിതനായോ ജയാളിയായോ? ഞാനാണോ നീയാണോ വലുത് എന്ന ചിന്തകൾ മാറ്റുക, പ്രാർത്ഥിക്കുക. എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റുക, പ്രാർത്ഥിക്കുക. എല്ലാ വേണ്ടാത്ത ടോക്കുകളും സംസാരങ്ങളും നിർത്തുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചവൻ പരാജിതനാകില്ല.